നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യ രാജ്യത്തുള്ള 29 സ്റ്റേറ്റ് DGPമാരോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. DGPമാർ സർക്കുലറിൽ എഴുതി കൊടുത്താൽ മാത്രം പോരാ, അത് നടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും കൂടി വേണം. കാരണം കേരളത്തിലെ പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാർക്ക് വരെ ഉള്ള ഒരു കംപ്ലൈൻറ്റുകൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഇതൊരു നിസ്സാര കാര്യമല്ല. 45 കൊല്ലത്തെ ചരിത്രം. ഇപ്പം ഞാൻ എൻ്റെ പരിസരത്ത് ശങ്കരമംഗലം സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് വേണം ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ. ഇവിടെ വരുമ്പോൾ ഇവിടെ കുറേ ലീഗുകാർ, കുറേ CPMൻ്റെ ചില തീവ്രവാദികൾ, എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല, ഇവരെ പൊതുജനങ്ങളെ സർക്കാരിലേക്ക് വരേണ്ട ഒരാളിൽ നിന്ന് 7 ലക്ഷം രൂപ GST അയാളുടെ ജീവനും നഷ്ടപ്പെടുന്ന വാക്കുകൾ പല തവണ ഉപയോഗിച്ചതായി രേഖയിൽ കിട്ടിയിട്ടുണ്ട്. രേഖാമൂലം കിട്ടുന്ന കംപ്ലൈൻറ്റുകൾ നമുക്കത് പരിഗണിച്ചേ മതിയാവും. ഇത് അന്വേഷിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇന്നെ കണ്ടാൽ അവർ ഇക്കാര്യം പറയില്ല. എന്നാൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടാൽ അവരോട് ഇത് പറയുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമുണ്ട്. അത് ഈ ഒന്ന് മാത്രമല്ല, ഇവരെ പിന്നിൽ 35 കോടി മുസ്ലിങ്ങളാണുള്ളത്. ഈ കയ്യ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്നോട് പറഞ്ഞതിന് സമാനം, ഈ കള്ളത്തരം ചെയ്തതിന് സമാനം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 2 കൊല്ലത്തിന് മുമ്പാണ് എന്നാണ് എൻ്റെ തോന്നുന്നത്. ഒരു പട്ടാമ്പി നേർച്ച സമയത്ത് ഒരു കൂടാന അംസയുടെ ഒരു മകൻ അവൻ്റെ വീട്ടിൽ പണിയെടുക്കണ്ടായി. അപ്പോൾ അവൻ്റെ ഉമ്മ കാല് മുറിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചില ഭാഗങ്ങൾ പറഞ്ഞത് 5 മിനിറ്റ് നേരം കൊണ്ട് ഒട്ടിക്കുന്ന സാധനമാണ് കയ്യോ കാലോ മുറിഞ്ഞാൽ, അതായത് 1 മണിക്കൂർ നേരത്തിനകത്ത് എടുക്കണേ. ഉള്ളിലേക്കും പുറത്തേക്കും മരുന്ന് വെക്കണം. പിന്നെ പുറത്തേക്കുള്ള മരുന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് നമുക്ക് ലേശം മാറ്റി വൈകുന്നേരത്തേക്ക് ഇടുകയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇത് ഈ അരക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് പറഞ്ഞ് അത് അവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ ഇവനെ ഉണ്ടാക്കിയ പിത്തന വളരെ വലുതാണ്. അതുകൊണ്ട് 29 സ്റ്റേറ്റിലെ DGPമാരും മുഴുവൻ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും അതിൻ്റെ പരിസരത്തും ഇത്തരം ആളുകളുടെ തെറ്റായ നുണപ്രചരണം, അതുപോലെ ഇവർ ഈ സാധനം ഉപയോഗിക്കുന്നത് ഞാൻ സംശയത്തിൻ്റെ പേരിൽ എടുക്കുന്നത് MDMA കടത്താൻ, രാജ്യത്തിനെതിരെ, ഇന്ത്യ രാജ്യത്തിനെതിരെ ബോംബ് സ്ഫോടനം നടത്താനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ആലോചിച്ച് വൈകിയാണ് ഇത്ര സാധനം. അപ്പോൾ ഇവിടുത്തെ സിറ്റി ഹോട്ടലിൻ്റെ പരിസരത്ത് 2-3 ഹോട്ടലുകാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവർ STPയുടെ തീവ്രവാദികളാണ്. എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. എൻ്റെ ചില ഫോൺ നമ്പറൊക്കെ ഞാനിതിലൂടെ പലപ്പോഴും എടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് അത് നല്ല ക്ലിയറായിട്ട് നോക്കണം ആരാണ്, ആ കേസിൽ ഇയാൾ പങ്കുണ്ടോ. ഇതിൻ്റെ മുമ്പേ പല ആളുകളും ഇത്തരത്തിൽ വന്നിട്ട് നിരാശയായിട്ട് മടങ്ങുന്നു. എന്നെക്കൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, കാരണം ഞാൻ കള്ളത്തരം ചെയ്തിട്ടില്ല. ചെയ്തവർ ഈ പറയുന്ന ആളുകളാണ്, മനസ്സിലായില്ലേ? CA റാസിക്ക് വേണ്ടിയിട്ടാണ് ഇവർ പണിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഓലെ എന്തായാലും ആ കാര്യം കൊണ്ട് നോക്കിയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പൊതുജനങ്ങളോട് ഉറപ്പ് തരാം, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു ഭാഗം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കിയത് കംപ്ലീറ്റ് CA റാസി, കരീം, CMA കരീം, KP വാപ്പുട്ടി, ഇവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. ഇവരൊക്കെ കുപ്പാടെ കൂടിയില്ല. ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടം ചെയ്യണം, കൊലപാതകങ്ങൾ ചെയ്യണം, നിരപരാധികളെ വെട്ടിക്കൊല്ലണം. അതിനൊക്കെയുള്ള അവസരം എൻ്റെ മറവിലിട്ടിട്ട് എന്നിട്ടിട്ട് കൊട്ടിയിട്ട് ശരിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരെ പണിയെടുക്കാനാണ്. അതുപോലെ ആംബുലൻസുകൾ ഓടുന്നത് മുഴുവൻ ചെക്ക് ചെയ്യണം. അതായത് രോഗിയല്ലാണ്ട് ആംബുലൻസ് പോയാൽ കൃത്യമായിട്ട് ഒരു രോഗിയായിട്ട് പോകുമ്പോൾ അത് ക്ലിയറായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതായത് CCTVകൾ പരിശോധിക്കണം. ഈ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരും CCTV നിരീക്ഷണമില്ലാത്ത ഒരു ഹോട്ടലുകൾക്കും പെർമിഷൻ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് പോലീസ് പരിശോധനയിൽ വരണം. കാരണം അവർക്ക് കിട്ടുന്ന തരത്തിലായിരിക്കണം ആ പരിശോധന. പിന്നെ ഇവരെ കുറ്റം ചെയ്യാണ്ട് നമുക്കതിനെ എടുക്കാൻ പറ്റില്ല, കുറ്റം ചെയ്താൽ മാത്രമേ പറ്റൂ. പക്ഷേ CCTV പരിശോധിക്കാൻ അങ്ങനെയല്ല. അതിൻ്റെ കാര്യങ്ങൾ CCTV കൃത്യമായിട്ട് പരിശോധിച്ച് വിലയിരുത്തണം. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് വെറുതെ ഒരു സംശയമൊന്നുമല്ല. അതിൻ്റെ ചുറ്റുപാടിൽ ഇതൊക്കെ ചെന്ന് അവശേഷിക്കുന്നത് നിരപരാധിയായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ
25ലധികം ജിമെയിൽ കട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ DGPമാർ കൃത്യമായിട്ട് അവലോകനം വേണം, അത് പരിശോധിക്കണം. ആരാണ് അതിൻ്റെ പിന്നിൽ, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇവരിതിൻ്റെ മുമ്പ് ഈ ആളുകൾ, നിങ്ങൾക്ക് എന്നെയും പരിശോധിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ പരിശോധിക്കാം, ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം തരണം, ഞാനിതൊന്ന് കള്ളത്തരം ചെയ്തിട്ടില്ല. ഇന്ത്യ രാജ്യത്തിനെതിരായിട്ട് ഒരു ഇത്തരം സാധനം പോലും ഞാൻ പെരുമാറിയില്ല. അതേപോലെ കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു മുടിനാരോളം പെരുമാറ്റം ഞാൻ മോശമായിട്ട് പെരുമാറിയില്ല. പിന്നെ എന്തിനാണ് ഈ സാധനങ്ങൾ ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. ഒന്ന്. രണ്ടാമത് ഒരു ജിമെയിലുമേ മാത്രമല്ല. അപ്പോൾ ഇവർ ഈ നാട്ടിലെ അരാജകത്വം ഉണ്ടാക്കാൻ നമ്മുടെ ജിയോ കമ്പനിയുടെ മുതലാളിമാർക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ എയർടെലിന് പങ്കുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. കാരണം എന്തിനാ ഈ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ തേജോവധം ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇനിയൊരു കാര്യം കൂടി സംവിധാനം ഉണ്ടാക്കാണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ 100% ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള തൊഴിലവസരം വേണം. അത് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറ്റില്ല, സർക്കാരിനെ കൊണ്ടുവരാനും പറ്റില്ല. അതിന് വിവിധ കമ്പനികൾ വേണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഫുള്ളായിട്ട് നീക്കം ചെയ്തിട്ട് ഇവിടെ റോബോട്ടിനെ കൊണ്ട്, അതായത് ആ യന്ത്രമനുഷ്യൻ കൈകാര്യം ചെയ്യണം എല്ലാ മേഖലയും. ഇവരെ വേണ്ട. അതന്നെ സ്പെയർ ഓരോന്ന് വേറെയും വേണം. ഒരു ഓഫീസിൽ ഇപ്പോൾ ഒരു 10 മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സ്പെയർ 1-2 വേണം, എപ്പോഴും വർക്ക് ചെയ്യാൻ തരുന്നത്. 24 മണിക്കൂർ വർക്കിങ്, അങ്ങനത്തെ സംവിധാനം വേണം. അത് വെച്ചിട്ട് ഇതൊക്കെ ഉപയോഗിക്കാവും. മറ്റേതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാധനം. അതായത് ഉത്തരവാദിത്തപ്പെട്ടവനൊക്കെ ഉറങ്ങുക. ഇപ്പോൾ ഒരു കാറ്റോ മഴയോ ഉണ്ടായാൽ ആ തൊട്ടടുത്ത 2-3 ദിവസം ഇവിടെ കറണ്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇലക്ട്രിസിറ്റി അധ്വാനിച്ചുണ്ടാക്കിയാൽ നമുക്ക് അതിന് ചിലവിട്ട് ₹1 പോലും തിരിച്ചു കിട്ടിയില്ല. അതിൽ മുടന്ന ന്യായങ്ങൾ പോലെ എല്ലാവരും കൂടി. അങ്ങനെയൊന്നും സഹിക്കാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായേ? ഞാൻ ജോലി ചെയ്താൽ അതിൻ്റെ കൃത്യമായിട്ട് പൈസ ഉണ്ടാവും. കൃത്യമായത് പോരാ, ഞാനൊരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. എവിടെയും നടപ്പില്ലാത്ത കാര്യങ്ങളാണ് അന്നും ഇന്നും ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെരിഫിറ്റ് എനിക്ക് വേണം. മനസ്സിലായില്ലേ? അത് തമാശ കളിച്ചാലൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് നാശാക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ വീടിനും സോളാർ കണക്ഷൻ വെക്കണം. എല്ലാ വീടിനും. അതിൻ്റെ മുകളിൽ ഒരു ഡൈനാമോ വെക്കണം. അതായത് ₹1 ഇലക്ട്രിസിറ്റി കിട്ടരുത്. മാത്രമല്ല, ഇനി എല്ലാ വീട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, ഇതിന്ന് മെച്ചം വരുന്ന ഒരു 5 യൂണിറ്റെങ്കിലും കറണ്ട് ഒരു ദിവസം അധികം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് അതിൻ്റെ പരിസരത്ത് എടുക്കുന്ന കമ്പനികൾക്ക് കൊടുക്കണം. കമ്പനികൾ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് മാത്രം പോരാ, കൂടാണ്ടേയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനം വേണം. അതിന് അവരെന്തെങ്കിലും ചെറിയ പൈസ നിങ്ങൾക്ക് തരുള്ളൂ. വലിയ കാര്യമായിട്ട് വരില്ല. അതിലും വലുതാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ജോലി. അപ്പോൾ എല്ലാവരും അത് ശ്രമിക്കണം. ഇത് മുഴുവൻ DGPമാരോടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അതായത് പോലീസുകാർ ദേവസ്യക്കെതിരെ, പഴയ സർക്കിൾ ഇൻസ്പെക്ടർ ദേവസ്യക്കെതിരെ കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നിരവധിയാണ്. അത് ദയവായിട്ട് മറ്റുള്ളവർ മോശമായിട്ട് ചിത്രീകരിക്കരുത്. ദേവസ്യ എന്ന് പറഞ്ഞാൽ അയാളൊരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ അല്ല ഈ നടപടി, ദേവസ്യക്ക് മാത്രമാണ്. കാരണം അത്തരത്തിൽ തോന്നിയാസം ചെയ്യുന്നവർക്ക് മാത്രമാണ്. തോന്നിയാസം ചെയ്ത് പല തവണ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്. നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള തോന്നിയാസം കളിക്കാനുള്ളതല്ല. അതിനൊരു സംവിധാനമുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്. അതിലാണ് ചെയ്യേണ്ടത്. അതിൽ ചെയ്യണം. അതിൻ്റെ അപ്പുറത്തെ പുറത്തൊന്നും കയറി ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നസറാണികൾക്കെതിരല്ല, നല്ല ആളുകൾക്കെതിരല്ല. ഞാൻ ഒരു നല്ല ആളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? നല്ല ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഒരു മോശത്തരം പറഞ്ഞിട്ടില്ല. അതായത് നുണ പ്രചരിപ്പിക്കുന്ന, അതായത് ഈ കയ്യും കൊണ്ട് ചെയ്തതിൽ നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടെങ്കിലും കൊണ്ടുവരാം, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിന് 3-4 കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് മരുന്നിൻ്റെ ഇടപാടാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കൊണ്ടേ പോകും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഇതുവരത്തെ സമ്പാദ്യം ഫുള്ളായിട്ട് തിരിച്ചു പിടിക്കും. ഞാൻ അതിൻ്റെ ആളാണ്. കാരണം ഈ കയ്യും കൊണ്ട് ഇതുവരെ നിയമം എഴുതിയതാണ്. ആ നിയമത്തെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്നത്. എൻ്റെ ജിമെയിൽ കട്ടാക്കിയിട്ടൊന്നും ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ എനിക്കെതിരായിട്ട് സംസാരിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ മോശം പെരുമാറണോ നല്ലത് പെരുമാറണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ മോശത്തരം ചെയ്തതുകൊണ്ടാണ് നിങ്ങളോട് മോശം പെരുമാറുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് മര്യാദ പെരുമാറുന്ന ഏതെങ്കിലും ഒരാളോട് ഞാൻ ചിരിക്കാണ്ട് സംസാരിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും.